ഒരു തവണ കെടുത്തിയ തീ വീണ്ടും ധൃതിപ്പെട്ട് കത്തിക്കണമെങ്കിൽ ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ആ അഗ്നിയിൽ ഉണ്ടായിരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അവിടെ നിന്ന് ആളുടെ കയ്യിൽ നിന്നും മരക്കഷ്ണം പിടിച്ചു വാങ്ങി ആ കനൽക്കൂന അദ്ദേഹം ഒന്ന് ഇളക്കി നോക്കി. പകുതി വെന്ത ഒരു മാംസപിണ്ഡമായിരുന്നു അവിടെ പൊന്തി വന്നത്. എന്താണിതെന്ന് കേശവകുമാറിനോട് ചോദിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ മട്ടൻ ചുടുകയാണെന്നായിരുന്നു അയാളുടെ മറുപടി. അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ആ മാംസഭാഗത്തിന്റെ വയറു പൊട്ടി കുടൽമാല വെളിയിലേക്ക് ചാടി. ഒന്നുകൂടി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാതി കത്തി നശിച്ച ഒരു സ്ത്രീയുടെ മാറിടം അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കിയത്. ശരീരത്തിലെ തൊലിയെല്ലാം ഉരുകി ഒലിച്ചിരുന്നു. കണ്ടാൽ ഒരു മനുഷ്യ ശരീരമാണെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വെന്തുരുകി വികൃതമായ ഒരു സ്ത്രീയുടെ ജഡമായിരുന്നു അത്. ആ കാഴ്ച കണ്ട നസീർ ഒരു നിമിഷം തരിച്ചുപോയി. കള്ളി വെളിച്ചത്തായപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച റെസ്റ്റോറന്റ് മാനേജർ കേശവ് കുമാറിനെ പൂട്ടുകയാണ് ആദ്യം അദ്ദേഹം ചെയ്തത്. ശേഷം കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. റെസ്റ്റോറന്റിന്റെ ഉടമയായ സുശീൽ ശർമ്മ അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു. ഡൽഹി പോലീസ് സീനിയർ ഉദ്യോഗസ്ഥരടക്കം അവിടെ തടിച്ചുകൂടി. പരിസര പ്രദേശങ്ങളിൽ ജനങ്ങൾ ഒന്നാകെ പരിഭ്രാന്തിയിലായി. പാതി വെന്തുരുകിയ ശരീരത്തെ ഒരു ടാർപോളിൻ ഷീറ്റിലേക്ക് മാറ്റി പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് തുടങ്ങി. മൃതശരീരത്തിന്റെ വിദഗ്ധ പരിശോധനയിൽ അതൊരു 30-35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ജഡമാണെന്ന് സ്ഥിരീകരണമുണ്ടായി. തലയോട്ടിയിൽ നിന്നും കഴുത്തിൽ നിന്നും 2 ബുള്ളറ്റുകളും ഫോറൻസിക് സർജൻ കണ്ടെടുത്തു. അതോടെ വെടിയേറ്റാണ് ഈ സ്ത്രീ മരിച്ചതെന്ന നിഗമനത്തിലെത്തി പോലീസ്. തന്തൂരി അടുപ്പിന് സമീപത്തായി കണ്ടെത്തിയ കറുത്ത ഷീറ്റിലെ രക്തക്കറ കേശവകുമാറിനെ ചോദ്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അന്വേഷണം ചെന്ന് അവസാനിച്ചത് റെസ്റ്റോറന്റിന്റെ ഓണറായ സുശീൽ ശർമ്മയിൽ തന്നെയായിരുന്നു.